Hello, welcome to PEPP Learning. ഇന്ന് നമ്മൾ നോക്കുന്നത് ബ്രിട്ടീഷ് ലിറ്ററേച്ചറിലെ മോഡേൺ പീരീഡിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൈറ്റേഴ്സിനെയാണ്. റൈറ്റേഴ്സ് മീൻസ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടാണ് കുറച്ച് വർക്ക്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൈറ്റേഴ്സിനെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും പ്രാക്ടീസ് ടെസ്റ്റ് എങ്ങനെ ചെയ്യണം, അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അപ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഈ ഇപ്പോൾ മോഡേൺ പീരീഡിലെ റൈറ്റേഴ്സിനെയും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നത്. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, വെർജീനിയ വൂൾഫ് റോട്ട് ദ ഫേമസ് നോവൽ. 4 ഓപ്ഷൻസ് ആണുള്ളത്. ടു ദ ലൈറ്റ് ഹൗസ്, ആഡം ബീഡ്, ദ മേയർ ഓഫ് കാസ്റ്റർബ്രിഡ്ജ്, ദ ഗ്രാസ് ഈസ് സിംഗിങ്. 4 ഓപ്ഷൻസ് ആണുള്ളത്. ഇപ്പോൾ വെർജീനിയ വൂൾഫ് എഴുതിയിട്ടുള്ളത് എഴുതിയ വർക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പം അറിയുന്നവർ റിപ്ലൈ ചെയ്യുക. വെർജീനിയ വൂൾഫ് എഴുതിയിട്ടുള്ള നോവൽ ഏതാണ്? ആഡം ബീഡ് ആണോ, ദ മേയർ ഓഫ് കാസ്റ്റർബ്രിഡ്ജ് ആണോ, ദ ഗ്രാസ് സിംഗിങ് ആണോ, അല്ലെങ്കിൽ ടു ദ ലൈറ്റേഴ്സ് ആണോ? ഇതൊക്കെ ലൈക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൈറ്റേഴ്സ് ആണ് ഇവരൊക്കെ. അപ്പോൾ നമ്മൾ അത്രയും സീരിയസ്നെസ്സോടുകൂടി തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഈ മോഡേൺ പീരീഡിലെ റൈറ്റേഴ്സിന് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അറിയുന്നവർ റിപ്ലൈ ചെയ്യാം. അപ്പം നമുക്ക് എനിവേ ആൻസർ നോക്കാം. എന്താണ്? ടു ദ ലൈറ്റ് ഹൗസ് ആണ് എന്ത് വെർജീനിയ വൂൾഫിൻ്റെ വർക്ക്. ആഡം ബീഡ് ആരുടെയാണ്? ജോർജ് എലിയറ്റിൻ്റെതാണ്. ജോർജ് എലിയറ്റിൻ്റെ ഫുൾ ഒറിജിനൽ നെയിം എന്തായിരുന്നു? മേരി ആൻ ഈവാൻ എന്നാണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ പെൺനെയിമാണ്, ഇതൊരു ലേഡിയാണ് ജോർജ് എലിയറ്റ്. അദ്ദേഹത്തിൻ്റെ പെൺനെയിമാണ് ജോർജ് എലിയറ്റ് എന്നുള്ളത്. ഓക്കെ, അപ്പം സലാമ അലി പറഞ്ഞിട്ടുള്ളത് ശരിയാണ്, ടു ദ ലൈറ്റ് ഹൗസ് ആണ്. ഓക്കെ, ദ മേയർ ഓഫ് കാസ്റ്റർബ്രിഡ്ജ് ആരുടെയാണ്? അറിയുന്നവർ റിപ്ലൈ ചെയ്യുക കേട്ടോ. ദ മേയർ ഓഫ് കാസ്റ്റർബ്രിഡ്ജ് തോമസ് ഹാർഡിയുടെ ആണ് മേയർ ഓഫ് കാസ്റ്റർബ്രിഡ്ജ്. ആൻഡ് ദ ഗ്രാസ് ഈസ് സിംഗിങ് ഡോറിസ് ലെസിൻ എഴുതിയതാണ് ദ ഗ്രാസ് ഈസ് സിംഗിങ്. ഓക്കെ, അപ്പം നിങ്ങളൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുന്ന സമയത്ത് അതിൽ ഓപ്ഷൻസിനെ കുറിച്ചും നിങ്ങൾക്ക് ഓപ്ഷൻസിനെ കുറിച്ചും നിങ്ങൾ സ്റ്റഡി ചെയ്യണം. ഇപ്പോൾ ആഡം ബീഡ് എന്നുള്ള ഒരു ഓപ്ഷൻ വരുന്ന സമയത്ത് അത് ആരാണ് എഴുതിയത്, ഏത് പീരീഡിലാണ് എഴുതിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. അങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ട് പഠിക്കേണ്ടത്. ഓക്കെ, ടു ദ ലൈറ്റ് ഹൗസിനെ കുറിച്ച് 1927 ഈ ഒരു വർക്ക് പബ്ലിഷ് ചെയ്തത്. അപ്പം വെർജീനിയ വൂൾഫിൻ്റെ വർക്ക്സിൻ്റെ ക്രൊണോളജി പഠിച്ചു വെക്കലും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെന്താണ്? ഇതൊരു സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് നോവലാണ്. അതിൻ്റെ ആ ഒരു ടെക്നിക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള നോവലാണ്. ആൻഡ് മിസ് റാംസി ആസ് എ പ്രൊട്ടാഗണിസ്റ്റ് ആരാണ്? മിസ്സസ് റാംസി ആണ്. ഓക്കെ, അപ്പം ടു ദ ലൈറ്റ് ഹൗസ് നോക്കുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക. മിസ്സസ് റാംസി ആണ് പ്രൊട്ടാഗണിസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പം ക്യാരക്ടേഴ്സിനെ എടുത്ത് ചോദിക്കും, ക്യാരക്ടേഴ്സ് ഏത് വർക്കിലെയാണ്, അല്ലെങ്കിൽ ഈ വർക്കിലെ ക്യാരക്ടറിൻ്റെ നെയിം ഏതാണെന്ന് താഴെ ഓപ്ഷനിൽ തരും. അപ്പം നിങ്ങൾ ഓർത്തിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് റാംസി ആണ്. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് റാംസി എന്നുള്ള നെയിം നിങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ, ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, ജോർജ് ഓർവെൽസ് 1984 ഈസ് എ ഫിക്ഷൻ. കുറച്ച് 4 ഓപ്ഷൻസ് ഉണ്ട്. റിലീജിയസ്, സയൻസ്, ഡിറ്റക്റ്റീവ് ആൻഡ് ട്രഡീഷണൽ. 4 ഓപ്ഷൻസ് ആണ്. ജോർജ് ഓർവെൽസ് 1984 ഈസ് എ ഫിക്ഷൻ, റിലീജിയസ്, സയൻസ്, ഡിറ്റക്റ്റീവ് ആൻഡ് ട്രഡീഷണൽ. അറിയുന്നവർ റിപ്ലൈ ചെയ്തേ. ജോർജ് ഓർവെലിൻ്റെ 1984 ഏത് കൈൻഡ് ഓഫ് ഫിക്ഷൻ ആണെന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പം ആൻസർ എന്താണ്? സയൻസ് ഫിക്ഷൻ ആണ്. ജോർജ് ഓർവെലിൻ്റെ 1984 എന്താണ്? സയൻസ് ഫിക്ഷൻ ആണ്. സയൻസ് ഫിക്ഷൻ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഫസ്റ്റ് മനസ്സിലേക്ക് വരേണ്ടത് ആരാണ്? H.G. വെൽസ് ആണ്. H.G. വെൽസ് ആണ് സയൻസ് ഫിക്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഒരു കൈൻഡ് ഓഫ് സയൻസ് ഫിക്ഷൻസ് കൊണ്ടുവന്നിട്ടുള്ളത്. എന്താണ് ഫസ്റ്റ് സയൻസ് ഫിക്ഷനൊക്കെ എഴുതുന്നത് ആരാണ്? H.G. വെൽസ് ആണ്. അപ്പം ആ ഒരു റൈറ്ററിന് നിങ്ങൾക്ക് ഓർമ്മ വരണം. ആൻഡ് ജോർജ് ഓർവെലിൻ്റെ ഡിസ്റ്റോപ്പിയൻ നോവലാണ്
1984. ഡിസ്റ്റോപ്പിയൻ നോവൽ എന്ന് പറയുന്ന സമയത്ത് ഉട്ടോപ്പിയൻ നോവലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള നോവൽസിനെയാണ് നമ്മൾ ഈ ഡിസ്റ്റോപ്പിയൻ നോവൽസ് എന്ന് പറയുന്നത്. ഡിസ്റ്റോപ്പിയൻ നോവൽസ് എന്ന് പറയുമ്പോൾ എന്താണ്, യുട്ടോപ്പിയൻ നോവൽസിൻ്റെ ഓപ്പോസിറ്റാണ് ഡിസ്റ്റോപ്പിയൻ നോവൽ. അപ്പം ഉട്ടോപ്പിയൻ നോവൽസ് എന്ന് വെച്ചാൽ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള കോൺഫ്ലിക്റ്റുകളൊന്നും ഇല്ലാത്ത ഈസി ഗോയിങ് ആയിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള ഒരു നോവൽ എന്ന കൈൻഡ് ഓഫ് നോവൽസിനെയാണ് എന്ത് ഉട്ടോപ്പിയൻ നോവൽസ് എന്ന് പറയുന്നത്. ആൻഡ് ഡിസ്റ്റോപ്പിയൻ നോവൽസ് എന്ന് പറയുന്നത് ഫുൾ ഓഫ് ക്രൈം, വാറ്, ബാറ്റിൽസ്, അൺപ്ലസൻ്റ് ആയിട്ടുള്ള അൺഹാപ്പി ആയിട്ടുള്ള കൈൻഡ് ഓഫ് എന്താണ് ഒരു സീരിയസ് കൈൻഡ് ഓഫ് നോവൽസിനെയാണ് നമ്മൾ ഡിസ്റ്റോപ്പിയൻ നോവൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു നോവൽസ് എന്താണ് സയൻസ് ഫിക്ഷൻ കൂടിയാണ്. ആൻഡ് ഷോക്കേസ് ദ ഫ്യൂച്ചർ വേർ തോട്ട് ക്രൈം ഈസ് ആൻ ഒഫൻസ്. അപ്പം നമ്മളുടെ ജോർജ് ഓർവെലിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് വർക്കാണ് ബ്രേവ് ന്യൂ വേൾഡ്. എന്താണ് ബ്രേവ് ന്യൂ വേൾഡും എന്താണ് ഡിസ്റ്റോപ്പിയൻ നോവൽ ആണ്. ഓക്കെ, അപ്പം ജോർജ് ഓർവെലിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മളുടെ 1984 ഓർമ്മ വേണം, അതുപോലെ തന്നെ ബ്രേവ് ന്യൂ വേൾഡും ഓർമ്മ വേണം, അതുപോലെ തന്നെ അനിമൽ ഫാമും ഓർമ്മ വേണം. ഓക്കെ, D.H. Lawrence novel are influenced by Day's theories of Sigmund Freud. ഇത് ഭയങ്കര എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. D.H. Lawrence novels are influenced by Day's theories of Sigmund Freud. നാച്ചുറൽ, യൂണിവേഴ്സൽ, സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ. അറിയുന്നവർ റെസ്പോണ്ട് ചെയ്തേ. D.H. ലോറൻസിൻ്റെ നോവൽസ് എന്ത് ലൈക്ക് തന്നിരിക്കുന്ന ഏതുമായിട്ടാണ്, ലൈക്ക് നിങ്ങൾക്ക് ഇപ്പം സിഗ്മണ്ട് ഫ്രോയിഡ് എന്ത് റിലേറ്റഡ് ആണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പം സിഗ്മണ്ട് ഫ്രോയിഡിനെ കുറിച്ച് പറയുന്ന സമയത്ത് സൈക്കോ അനലിസ്റ്റ്, ഫസ്റ്റ് സൈക്കോ അനലിസ്റ്റ് ആണ് സിഗ്മണ്ട് ഫ്രോയിഡ്. അദ്ദേഹത്തിൻ്റെ വർക്ക്സ് ഇൻ്റർപ്രിട്ടേഷൻസ് ഓഫ് ഡ്രീംസ്, അതുപോലെ തന്നെ എന്താണ് സൈക്കോ അനാലിസിസിനെ കുറിച്ച് പറയുന്ന തിയറീസൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഇത് ഈഗോ, സൂപ്പർ ഈഗോ, അതുപോലെ തന്നെ സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ്, സബ് കോൺഷ്യസ്, അതുപോലെ തന്നെ എന്താണ് ഇലക്ട്രാ കോംപ്ലക്സ് ആൻഡ് ഈഡിപ്പസ് കോംപ്ലക്സ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം സിഗ്മണ്ട് ഫ്രോയിഡിനെ കുറിച്ച് പറയുന്ന സമയത്ത്. അതേപോലെ തന്നെ സിഗ്മണ്ട് ഫ്രോയിഡിനെ പഠിക്കുന്ന സമയത്ത് ലക്കാനെ നിങ്ങൾ ജാക്വസ് ലക്കാനെ നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മൾ എവിടെയാണ് സൈക്കോ അനാലിസിസിൽ പഠിക്കുന്നതായിരിക്കും, സൈക്കോ അനലിറ്റിക്കൽ തിയറിയിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും. മുഹമ്മദ് സാലി സൈക്കോളജിക്കലിന് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ആൻസർ എന്താണ് സൈക്കോളജിക്കൽ ആണ്. ഓക്കെ, ലോറൻസിൻ്റെ നോവൽസ് സൈക്കോളജിക്കൽ, മെയിൻലി നമ്മളുടെ സൺസ് ആൻഡ് ലവേഴ്സ് ഉദ്ദേശിച്ചിട്ടായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടാവുക. അദ്ദേഹത്തിൻ്റെ മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ് വുമൺ ഇൻ ലവ്, ലേഡി ഷാറ്റർലീസ് ലവർ. അപ്പം ഈ വർക്ക്സിൻ്റെ ടൈറ്റിലും ഒക്കെ നിങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ, ഈസ് എ നോവൽ റിട്ടൺ ഓൺ ദ ഇവൻറ്റ് ഓഫ് എ സിംഗിൾ ഡേ. അപ്പം സംതിങ് ഈസ് മിസ്സിങ് ബിസൈഡ്സ് ഈസ്, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഈസ് എ നോവൽ റിട്ടൺ ഓൺ ദ ഇവൻറ്റ് ഓഫ് എ സിംഗിൾ ഡേ. ദ വേവ്സ്, ഒർലാൻഡോ, മിസ്സസ് ഡാലോവേ, ടു ദ ലൈറ്റ് ഹൗസ്. കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. This question is talking about a novel which is like ഒരു സിംഗിൾ ഡേ ഇവൻറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നൊരു നോവലായിരിക്കും. ഓക്കെ, അപ്പം അങ്ങനെ ഒരു സിംഗിൾ ഡേ ഇവൻറ്റിനെ സിംഗിൾ ഡേനെ ഡിസ്ക്രൈബ് ചെയ്തിട്ട് സിംഗിൾ ഡേയിലെ ഇവൻറ്റ്സിനെ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ട് എഴുതിയ ഒരു നോവൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അറിയുന്നവർ റിപ്ലൈ ചെയ്യുക. സാലി സലാമ അലി, നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ റിപ്ലൈ ചെയ്യുക. ദ വേവ്സ്, ഒർലാൻഡോ, മിസ്സസ് ഡാലോവേ, ടു ദ ലൈറ്റ് ഹൗസ്. ടു ദ ലൈറ്റ് ഹൗസ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. മിസ്സസ് ഡാംസിയുടെ ലൈഫിലെ കുറച്ച് ഇവൻറ്റ്സിൻ്റെ സീരീസ് ഓഫ് ഇവൻറ്റ്സ് ആണ് ടു ദ ലൈറ്റ് ഹൗസ്. മിസ്സസ് ഡാലോവേ നമ്മൾ ഓൾറെഡി ക്ലാസ്സസിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. മിസ്സസ് ഡാലോവേ ആണ് ഇതിന് ആൻസർ വരുന്നത്. ഓക്കെ, മിസ്സസ് ഡാലോവേ ആണ്. മിസ്സസ് ഡാലോവേ അതിലെ ക്യാരക്ടറിൻ്റെ പേരാണ്. അപ്പം ഈ ലേഡിയുടെ ലൈഫിൽ നടക്കുന്ന ഒരു സിംഗിൾ ഡേയിൽ നടക്കുന്ന ഇവൻറ്റ്സ് ആണ് ഈ മിസ്സസ് ഡാലോവേ എന്നുള്ള നോവലിൽ വരുന്നത്. അദ്ദേഹം രാവിലെ മുതൽ ഷോപ്പിങ്ങിന് പോകുന്നുണ്ട്. ഈ ലേഡീൻ്റെ വീട്ടിൽ അദ്ദേഹം ഒരു പാർട്ടി ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിന് വേണ്ടിയിട്ട് അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നു. അപ്പം ആ നോവൽ അത്രയും എക്സ്പാൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ ലേഡിയുടെ തലയുടെ ലൈക്ക് അദ്ദേഹത്തിൻ്റെ തോട്ട്സ് ആണ്. അപ്പം സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് നോവലാണ് മിസ്സസ് ഡാലോവേ. അപ്പം അദ്ദേഹത്തിൻ്റെ മൈൻഡിലൂടെ പോകുന്ന എല്ലാ തോട്ട്സും ആ വർക്കിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ പാസ്റ്റ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ബോയ് ഫ്രണ്ടിനെ കണ്ടുമുട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു മീറ്റിൽ
ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുള്ളൊരു സോൾജറിനെ കുറിച്ച് പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ പാസ്റ്റ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന, അതായത് പ്യുവർലി അദ്ദേഹത്തിൻ്റെ തോട്ടിൻ്റെ ഫ്ലോ കാണിക്കുന്ന ആ ഒരു ഫ്ലോയിൽ എഴുതിയിട്ടുള്ളൊരു നോവലാണ് മിസ്സസ് ഡാലോവേ. ഓക്കെ, Mrs. Dalloway, the novel follows a day in the life of Clarissa Dalloway, a high society woman in post-World War II London. The story explores the theme of social classes, mental health and the consequences of war on society. അപ്പം അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു വർക്ക് എടുക്കുന്ന സമയത്ത് ഇത്രയും കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. മിസ്സസ് ഡാലോവേ 1925 പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ആൻഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെർജീനിയ വൂൾഫിൻ്റെ വർക്കിനെ കുറിച്ച് പറയുന്ന സമയത്ത് എന്താണ് നമ്മൾ അതിൻ്റെ ക്രൊണോളജി പഠിച്ചു വെക്കൽ ഇമ്പോർട്ടൻ്റ് ആണ്. The novels follows a day in the life of Clarissa Dalloway, a high society woman in post-World War II London. The story explores the themes of social classes, mental health and the consequences of war on society. Okay, ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, Dash present a main character who began as a man in 16th century and ends as a woman in 1926, still only 36 years old. അപ്പം ആള്, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഒന്നും കൂടി ഞാൻ വായിച്ചു തരാം, ഒന്നും കൂടി ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. കഥ തുടങ്ങുന്നത് 16th സെഞ്ച്വറിയിലാണ് ആൻഡ് സ്റ്റിൽ ഇൻ കഥ കറൻ്റ്ലി 1926 കഥ നടക്കുന്നത്. ബട്ട് ഈ ക്യാരക്ടർ ജനിച്ചിട്ടുള്ളത് ഏതാണ്? 16th സെഞ്ച്വറിയിലാണ്. അത് 300 years ഓൾഡുള്ള മെന്നാണ്, അത്രയും കാലം ജീവിച്ചിട്ടുണ്ട്. ബട്ട് അദ്ദേഹത്തിൻ്റെ ഏജ് എത്രയാണ്? 36 ആണ്. 36 വർഷമാണ് അദ്ദേഹത്തിൻ്റെ ലൈഫ് ഉള്ളത്. ആൻഡ് ഇതിലുള്ളൊരു ടെസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനീഷ്യലി അദ്ദേഹം എന്താണ്, നോവൽ ബിഗിൻ ആസ് എ മെൻ ആൻഡ് ലേറ്റർ എൻഡ്സ് ആസ് എ വുമൺ. ഒരു ട്രാൻസ്ഫർമേഷൻ അല്ലെങ്കിൽ ജെൻഡർ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ട്. അപ്പം ഏതാണ് നോവൽ എന്നാണ്, ഇതും നമ്മൾ ഓൾറെഡി ക്ലാസ്സസിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ദ വേവ്സ്, ഒർലാൻഡോ മിസ്സസ് ഡാലോവേ ടു ദ ലൈറ്റ് ഹൗസ്. നമ്മൾ ഓൾറെഡി ഡാലോവേയും ടു ദ ലൈറ്റ് ഹൗസും ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. വേവ്സ് ആൻഡ് ഓർലാൻഡോ ആണ് പെൻഡിങ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പം ഓർലാൻഡോൻ്റെ കഥ എന്താണ്? ഓർലാൻഡോ ആണ് ആൻസർ വരുന്നത്. അപ്പം ഓർലാൻഡോ എന്ന് തന്നെയാണ് ക്യാരക്ടറുടെ പേര്. ഇതും പ്യുവർലി ഒരു സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് നോവലാണ്. പറഞ്ഞ പോലെ തന്നെ 16th സെഞ്ച്വറിയിലാണ് നോവൽ തുടങ്ങുന്നത് ആൻഡ് എൻഡ്സ് ഇൻ 1926. ആ 300 years ഓഫ് ജേർണിയാണ്. ബട്ട് ഈ ക്യാരക്ടർ ഇനീഷ്യലി അദ്ദേഹം ഒരു മെയിലായിരുന്നു, ലേറ്റർ ട്രാൻസ്ഫോം ടു എ ഫീമെയിലായിട്ട് മാറുന്നുണ്ട്. അപ്പം സ്റ്റിൽ അദ്ദേഹത്തിന് എത്ര വയസ്സാണുള്ളത്? 36 years ആണ് ഉള്ളത്. അപ്പം നിങ്ങൾക്ക് ഓർലാൻഡോ എന്നുള്ള ആ ഒരു വർക്കിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആൻഡ് Orlando 1926. This fictional biography ആണ്. ഓക്കെ, ഇങ്ങനെയുള്ള ടേംസ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. എന്താണ് ഓർലാൻഡോ ഈസ് എ സയൻസ് ഫിക്ഷൻ, ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കണം, ദിസ് ഇസ് ഫിക്ഷണൽ ബയോഗ്രഫി follows the life of a poet named Orlando who lives for over 300 years, changing gender along the way. The novel explores the gender and sexuality and the social convention that limits individuals' identity. ഇവിടെ നിങ്ങൾ കണ്ടോ, ഈ ഒരു വർക്ക് മുന്നോട്ട് വെക്കുന്നത് എന്താണ്? The social conventions that limits the individual identity ലിമിറ്റ് ചെയ്യുന്ന, നമുക്ക് ഐഡൻറ്റിറ്റീസ് എന്താണ്, എക്സ്പെഷ്യലി ജെൻഡർ ഐഡൻറ്റിറ്റി ഫിക്സഡ് ആണെന്നുള്ളൊരു തോട്ട് പലർക്കും, ലൈക്ക് ഒരു കൺവെൻഷണൽ തോട്ട് ഉണ്ട്, അതിനെ എന്താണ് ബ്രേക്ക് ചെയ്യാണ് ചെയ്യുന്നത് നമ്മളുടെ വെർജീനിയ വുൾഫ് ഈ ഒരു ടെക്സ്റ്റിലൂടെ. അപ്പം ഈ ഒരു ഓർലാൻഡോ പബ്ലിഷ് ചെയ്തിട്ടുള്ള വർഷം 1928 ആണ്. ഓക്കെ, The Time Machine, the War to the War, The Invisible Man, The War of the World, and The First Man in the Moon are Dash famous science fiction novel. Option A, Doris Lessing, H.G. Wells, George Orwell and Arthur Clarke. 4 ഓപ്ഷൻസ് ആണുള്ളത്. ഒരു റൈറ്ററിൻ്റെ മേജർ ആയിട്ടുള്ള റൈറ്റിങ്സിൻ്റെ നെയിംസ് എല്ലാം തന്നിട്ടുണ്ട്. ടൈം മെഷീൻസ്, ദ വാർ ടു ദ വാർ, ദ ഇൻവിസിബിൾ മാൻ, ദ വാർ ഓഫ് ദ വേൾഡ് ആൻഡ് ദ ഫസ്റ്റ് മാൻ ഇൻ ദ മൂൺ. നോട്ട് ചെയ്ത് വെച്ചോ. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഡോറിസ് ലെസിങ്, എച്ച്.ജി. വെൽസ്,
എന്താണ് ജോർജ് ഓർവെൽ ആൻഡ് ആർതർ ക്ലാർക്ക്. നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് നമുക്ക് ആൻസർ നോക്കാം. H.G. വെൽസ് ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ഇതെല്ലാം എന്താണ് സയൻസ് ഫിക്ഷൻ നോവൽസ് ആണ്. ടൈം മെഷീൻസ്, അദ്ദേഹത്തിൻ്റെ H.G. വെൽസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ് ഏതൊക്കെയാണെന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം. ഏതൊക്കെയാണ്? ടൈം മെഷീൻ ഉണ്ട്, The War to the War, The Invisible Man, The War of the World and The First Man in the Moon. നിങ്ങൾക്ക് ഇത് ടൈറ്റിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഭയങ്കര സയൻറ്റിഫിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ നോർമൽ നമ്മളുടെ എന്താണ് നോർമൽ കൺട്രി ലൈഫോ അല്ലെങ്കിൽ എന്താ മിസ്സസ് ഡാലോവേ പോലെയോ അങ്ങനെയൊന്നും അല്ല. എന്താണ് ഭയങ്കര ടൈം മെഷീൻ, കുറച്ചും കൂടെ സയൻറ്റിഫിക് ആയിട്ടുള്ള ടൈറ്റിൽസ് ആണ് ഓരോ വർക്കിനും ഓരോ ടൈറ്റിലും ഉള്ളത്. അപ്പം അത് നോട്ട് ചെയ്ത് വെക്കുക. H.G. വെൽസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്സ്റ്റുകളുടെ പേരുകളാണ് ദ ടൈം മെഷീൻ, വാർ ടു ദ വാർ, ദ ഇൻവിസിബിൾ മാൻ, ദ വാർ ഓഫ് ദ വേൾഡ് ആൻഡ് ദ ഫസ്റ്റ് മാൻ ഇൻ ദ മൂൺ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഫേമസ് നോവൽസ് ആർ. ഇനീഷ്യലി ഒരു എന്താണ് ഒരു ബ്ലാങ്ക് ആയിട്ട് നിൽക്കുന്നുണ്ട്, ഒരു ബ്ലാങ്ക് ഉണ്ട്. ഡാഷ് ഈസ് the famous novels are dash famous novel, someone's name is there to fill. A Passage to India, Howard ends, The Longest Journey, The Room with a View and The Machine Stop. സോറി, ഫേമസ് നോവൽസ് ആണ് ഓപ്ഷൻസ് ഉള്ളത്. ഡോറിസ് ലെസിൻ, റൂഡിയാർഡ് കിപ്ലിംഗ്, ജോർജ് ഓർവെൽ ആൻഡ് E.M. ഫോസ്റ്റർ. അപ്പോൾ 4 ഓപ്ഷൻസ് ആണ്. ഈ തന്നിരിക്കുന്നവയിൽ ആരുടെ വർക്ക്സ് ആണ് അബോ ഗിവൺ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. പാസേജ് ടു ഇന്ത്യ, ഹവാർഡ്സ് എൻഡ്സ്, ദ ലോങ്ങസ്റ്റ് ജേർണി, ദ റൂം വിത്ത് എ വ്യൂ, ദ മെഷീൻ സ്റ്റോപ്സ്. 4 ഓപ്ഷൻസ് ഉണ്ട്. 4ഉം ഒരാൾ എഴുതിയിട്ടുള്ള വർക്കാണ്. അപ്പം ഡോറിസ് ലെസിൻ, റൂഡിയാർഡ് കിപ്ലിംഗ്, ജോർജ് ഓർവെൽ ആൻഡ് E.M. ഫോസ്റ്റർ. നമുക്ക് ആൻസർ നോക്കാം. E.M. ഫോസ്റ്ററിൻ്റെ വർക്ക്സ് ആണ്. ഈ തന്നിരിക്കുന്ന വർക്ക്സ് എല്ലാം എന്തായാലും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടൈറ്റിൽസ് നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം. എ പാസേജ് ടു ഇന്ത്യ, ഹവാർഡ്സ് ആൻഡ് ദ ലോങ്ങസ്റ്റ് ജേർണി, എ റൂം വിത്ത് എ വ്യൂ ആൻഡ് ദ ടൈം മെഷീൻസ്, ദ മെഷീൻ സ്റ്റോപ്സ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോറി, ഓക്കെ, വീണ്ടും ലാസ്റ്റ് ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ്. ഡാഷ് is major novels are. We need to fill the name of the writer. Sons and Lovers, Woman in Love, The Rainbow, The White Peacock, The Lost Girl, Kangaroo, Lady Chatterley's Lover. ഈ ടൈറ്റിൽസ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. ഒരു മോഡേൺ റൈറ്ററിൻ്റെ വർക്ക്സിൻ്റെ നെയിംസ് ആണ് തന്നിരിക്കുന്നത്. സൺസ് ആൻഡ് ലവേഴ്സ്, വുമൺ ഇൻ ലവ്, The Rainbow, The White Peacock, The Lost Girl, Kangaroo and Lady Chatterley's Lover. ഡോറിസ് ലെസിൻ, റൂഡിയാർഡ് കിപ്ലിംഗ്, D.H. ലോറൻസ് ആൻഡ് E.M. ഫോസ്റ്റർ. എന്താണ് ആൻസർ വരുന്നത്? D.H. ലോറൻസ് ആണ്. അപ്പോൾ D.H. ലോറൻസിൻ്റെ വർക്കുകളാണ്. അദ്ദേഹത്തിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ വർക്ക്സ് എന്താണ് ഓട്ടോബയോഗ്രഫിക് എലമെൻറ്റ്സ് ഉള്ള വർക്ക്സുകളാണ്. അതൊന്ന് ഓർത്തിരിക്കണം. സൺസ് ആൻഡ് ലവേഴ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലാണ് നമ്മളുടെ ലെട്ര കോംപ്ലക്സ് ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് വുമൺ ഇൻ ലവ്, The Rainbow, White Peacock, The Lost Girl, Kangaroo and Lady Chatterley's Lover. In titles നിങ്ങൾ മസ്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, വാട്ട് ഈസ് ദ ടൈറ്റിൽ ഓഫ് ദ നോവൽ ബൈ E.M. ഫോസ്റ്റർ ദാറ്റ് ഡീൽസ് ദ തീം ഓഫ് ഹോമോസെക്ഷുവാലിറ്റി? വെരി ഇമ്പോർട്ടൻ്റ് ആണ്. E.M. ഫോസ്റ്റർ അദ്ദേഹം ഒരു ഹോമോസെക്ഷൽ മാൻ ആണ്, അല്ലെങ്കിൽ ഹീസ് എ ഗേ. ആൻഡ് അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിലും അത് വിസിബിൾ ആണ്. അപ്പം ഇദ്ദേഹം ഈ ഒരു വർക്ക് എഴുതിയതിൻ്റെ പേരിൽ അദ്ദേഹം ജയിലിൽ വരെ പോകേണ്ടി വന്നിട്ടുണ്ട്. അപ്പം ഒരു ഹോമോസെക്ഷാലിറ്റി തീമായിട്ട് വരുന്ന ഒരു വർക്കിൻ്റെ നെയിമാണ് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്നത്. അപ്പം എ റൂം വിത്ത് എ വ്യൂ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. E.M. ഫോസ്റ്ററിൻ്റെ വർക്ക് നമ്മൾ ഓൾറെഡി നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു. മൊറൈസ്, ഹവാർഡ്സ് ആൻഡ് ദ റെയിൻബോ. ദ റെയിൻബോ ആരുടെയാണ്? D.H. ലോറൻസിൻ്റെ ആണ്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കിയാൽ മതി. ദ റൂം വിത്ത് എ വ്യൂ, മൊറൈസ് ആൻഡ് ഹവാർഡ് എൻഡ്സ്.
അപ്പം ഇതിൻ്റെ ആൻസർ വരുന്നത് എന്താണ്? മൊറൈസ് ആണ്. ഈ ഒരു ടെക്സ്റ്റിലാണ് ഹോമോസെക്ഷുവാലിറ്റിയെ ഡീൽ ചെയ്യുന്നത്, അത് ഒരു തീം ഡീൽ ചെയ്യുന്നത്. അപ്പം ഓർത്തിരിക്കേണ്ട കാര്യം, ഇ.എം. ഫോസ്റ്റർ അദ്ദേഹം ഒരു ഹോമോസെക്ഷൽ മാൻ ആണ്. ആൻഡ് ആ ഒരു എന്താണ് ആ ഒരു തീം എടുത്ത് അദ്ദേഹം എഴുതിയിട്ടുള്ള വർക്കാണ് ഈ മൊറൈസ്. ഈ ഒരു റൈറ്റപ്പിൻ്റെ റീസൺ ആയിട്ട് അദ്ദേഹം എന്താണ് ജയിലിലൊക്കെ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഓക്കെ, പണിഷ്ഡാണ്, പ്രിസൻഡ് ആയിരുന്നു. ഓക്കെ, ഇ.എം. ഫോസ്റ്ററിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വർക്ക്സിൻ്റെ നെയിംസ് ആണ് പറഞ്ഞിട്ടുള്ളത്. എ റൂം വിത്ത് എ വ്യൂ, ഹവാർഡ്സ് ആൻഡ് പാസേജ് ടു ഇന്ത്യ. ഹൂ റോട്ട് ദ നോവൽ സീക്രട്ട് ഏജന്റ് ഡ്യൂറിങ് ദ എഡ്വാർഡിയൻ എറ? എഡ്വാർഡിയൻ എറ എന്ന് പറയുമ്പോൾ 1940 വരെയാണ് എഡ്വാർഡിയൻ എറ എന്ന് പറയുന്നത്. 1900 മുതൽക്ക് 1914 വരെയുള്ള പീരീഡിനെയാണ് എഡ്വാർഡിയൻ എറ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളുടെ മോഡേൺ പീരീഡിൻ്റെ ബിഗിനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഹൂ റോട്ട് ദ നോവൽ സീക്രട്ട് ഏജന്റ് ഡ്യൂറിങ് ദ എഡ്വാർഡിയൻ എറ? ജോസഫ് കോൺറാഡ്, ഇ.എം. ഫോസ്റ്റർ, H.G. വെൽസ് ആൻഡ് വെർജീനിയ വുൾഫ്. അപ്പോൾ നമുക്ക് ആൻസറിലോട്ട് പോവാം. എന്താണ് ആൻസർ വരുന്നത്? ജോസഫ് കോൺറാഡ് ആണ്. സീക്രട്ട് ഏജന്റ് ആരുടെ വർക്കാണ്? ജോസഫ് കോൺറാഡിൻ്റെ വർക്കാണ്. ഓക്കെ, who wrote the novel Forsyte Saga during Edwardian era? Who wrote the novels? ഇതൊരു സീരീസ് ഓഫ് നോവൽസ് ആണ് ഫോർസ്റ്റീ സാഗ. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്യാത്തൊരു റൈറ്ററാണ് ജോൺ ഗാൽസ്വർത്തി, D.H. ലോറൻസ്, വെർജീനിയ വൂൾഫ് ആൻഡ് ജെയിംസ് ജോയ്സെ. അപ്പം ഈ ഓപ്ഷൻസ് നോക്കുക. അപ്പം ഫോർസ്റ്റീ സാഗ എന്ന് പറഞ്ഞൊരു സീരീസ് ഓഫ് നോവൽസ് ആണ്. അപ്പം ഈ എഴുതിയിരിക്കുന്നത് ആരാണ്? ജോൺ ഗാൽസ്വർത്തിയാണ്. ഓക്കെ, അപ്പം ഇത്രയാണ് ഇന്നത്തെ സെക്ഷനിൽ നമുക്ക് നോക്കാനുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് റൈറ്റേഴ്സ്, അതായത് വെർജീനിയ വൂൾഫ്, D.H. ലോറൻസ്, H.G. വെൽസ്, അതുപോലെ തന്നെ നമ്മളുടെ ആരാണ് H.G. വെൽസ്, ജോസഫ് കോൺറാഡിനെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ആൻഡ് എന്താണ് അതുപോലെ തന്നെ ആരാണ്? ഓക്കെ, ജോർജ് ഓർവെൽ. ഇവരുടെ എല്ലാം റൈറ്റിങ്സ്, വർക്ക്സിന് നമുക്ക് ഈ ഒരു സെക്ഷനിൽ നോക്കി. ഇപ്പം അത്രയുമാണ് ഇന്നത്തെ ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ്സ് ഓൾ ഫോർ ദ ഡേ.